ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ദുഃഖവെള്ളിയാഴ്ച, ഈശോനാഥൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ദിവസം. ഇന്ന് വളരെ ചെറിയൊരു ചിന്ത മാത്രം പങ്കുവയ്ക്കുകയാണ്. അതായത് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ അവസാനത്തെ 7 വാക്യങ്ങൾ. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് മലയിലെ പ്രസംഗമെന്ന് പറയപ്പെടുന്ന ആ പ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നത് 8 വാക്യങ്ങളാണ്. ആദ്യത്തെ പ്രസംഗം. എന്നാൽ ഈശോയുടെ അവസാനത്തെ പ്രസംഗം എന്ന രീതിയിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്, അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യമാണ് ഈ കുരിശിലെ സപ്തവാക്യങ്ങൾ, അന്ത്യമൊഴികൾ. അത് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഫുൾഡഷീൻ്റെ അതിമനോഹരമായ പുസ്തകത്തിനകത്ത് ഒരു അധ്യായം അങ്ങനെ കുരിശിൽ നിന്നുള്ള സപ്തവചനങ്ങളും കുരിശിലേക്കുള്ള സപ്തവചനങ്ങൾ എന്ന് പറഞ്ഞ 2 അധ്യായങ്ങളുണ്ട്. വളരെ മനോഹരമാണ്. നമ്മൾ അതിലേക്കുള്ള അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈശോ എന്തായിരിക്കണം ഉദ്ദേശിച്ചത് എന്നൊന്ന് ചിന്തിക്കുകയാണ്. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കുരിശിൽ കിടക്കുന്ന ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന അവസാനത്തെ ഒരു 7 വഴികളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ വാക്യം ലൂക്ക 23:34, 2, 3, 3, 4. ഈശോ പറയുന്നതാണ്. ആദ്യത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. യഥാർത്ഥത്തിൽ ഇത് കുമ്പസാരമാണ്, കുമ്പസാരത്തിനുള്ള ആഹ്വാനമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം, പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, എന്നോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. ഈ ആഹ്വാനമാണ് നമുക്ക് ആ ഒന്നാമത്തെ വരിയിൽ കാണാൻ സാധിക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കുമ്പസാരം. രണ്ടാമത്തെ വാക്യം ലൂക്ക 23:43. ഈ വാക്യം ഇങ്ങനെയാണ്: നിശ്ചയമായും നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നല്ല കള്ളനോട് ഈശോ പറയുന്നതാണ്. യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. വിത്ത് മീ, എന്നോടൊപ്പമായിരിക്കാനായിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിൽ നമ്മൾ ഉറപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവനോടൊപ്പമായിരിക്കണമെന്ന് അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചാഗ്രഹിക്കേണ്ടത് നമ്മൾ അവനോടൊപ്പമായിരിക്കണമെന്നാണ്. ഈ ജീവിതത്തിന് ശേഷം മരണാനന്തരം ഈശോ നമ്മളെ അവനോടൊപ്പമായിരിക്കാൻ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ മരണത്തിനിപ്പുറം ഈ ജീവിതത്തിൽ നമ്മൾ ഈശോയെ നമ്മളോടൊപ്പം കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ദിവ്യകാരുണ്യം. ഇപ്പോൾ ഈശോ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുർബാന. ഒന്നാമത്തത് കുമ്പസാരമാണെങ്കിൽ രണ്ടാമത്തത് കുർബാന. മൂന്നാമത്തത് യോഹന്നാൻ സുവിശേഷം 19:26-27 വാക്യങ്ങൾ. ഈ പരിശുദ്ധ അമ്മയെ കണ്ടിട്ട് ഈശോ പറയുകയാണ്, പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മറിയത്തെ മുറുകെ പിടിക്കുക, അത് നിന്നെ രക്ഷിക്കും. രക്ഷയിലേക്കുള്ള വഴികളാണ്. മറിയത്തെ മുറുകെ പിടിക്കുക. ഒന്നാമതായി കുമ്പസാരം, രണ്ടാമതായി കുർബാന, മൂന്നാമത് മറിയത്തെ മുറുകെ പിടിക്കുക, നീ രക്ഷ പ്രാപിക്കും. നാലാമത്തത് ഏലി ഏലി ലാമ സബക്താനി എന്ന് പറയപ്പെടുന്ന വാക്യമാണ്. യഥാർത്ഥത്തിൽ ഈ വാക്യം ഒരു സങ്കീർത്തനമാണ്, ഒരു പ്രാർത്ഥനയാണ്. 22-ാം സങ്കീർത്തനം. എല്ലാ പ്രകാരത്തിലും ദൈവം നമ്മെ കാത്തോളും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അതിന് തൊട്ട് മുമ്പുള്ള സങ്കീർത്തനം 22-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചിന്തിക്കും, ഇതൊരു വിശ്വാസം നശിച്ചുപോയ, നിരാശയിൽ പെട്ടുപോയ ഒരാളുടെ പ്രാർത്ഥനയാണെന്ന്. അല്ല, ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. കാരണം ഈ സങ്കീർത്തനം പാടി അവസാനിപ്പിക്കുമ്പോൾ ഉള്ള വരികൾ നമ്മൾ നോക്കുക. അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്, അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും. പുരുഷാരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറകളോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറകളോട് കർത്താവിനാണ് മോചനം നൽകുന്നതെന്ന് അവർ ഉദ്ഘോഷിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇതൊരു നിരാശയിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ള ആളുടെ വരികളിൽ തുടങ്ങി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് സങ്കീർത്തനം 22, നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു സങ്കീർത്തനം 22, യഥാർത്ഥത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈ സങ്കീർത്തനം ചൊല്ലി എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്.
നമ്മളതിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നവർ യോഹന്നാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ആദ്യത്തെ വരി മാത്രമേ കേട്ടുള്ളൂ. അതാണ് ഏലി ഏലി ലാമ സബക്താനി. പക്ഷേ ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ വചനത്തെ മുറുകെ പിടിച്ച് ബലം പ്രാപിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. പഴയ നിയമത്തിലെ 22-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഈശോ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം, വചനത്തെ മുറുകെ പിടിക്കുക. 1 കുമ്പസാരം, 2 കുർബാന, 3 മറിയത്തെ മുറുകെ പിടിക്കുക, 4 വചനത്തെ മുറുകെ പിടിക്കുക. 5 യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു ഈശോ പറയുക, എനിക്ക് ദാഹിക്കുന്നു. നമുക്കിതിന് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എടുക്കാം. മദർ തെരേസയുടെയൊക്കെ നിർദ്ദേശപ്രകാരം മദർ തെരേസയുടെയൊക്കെ ലോകമെമ്പാടുമുള്ള എല്ലാ കോൺവെൻറ്റുകളിലും നിർബന്ധമായിട്ടും ചാപ്പലിനകത്ത് കുരിശുരൂപത്തിനരികിൽ ഇത് എഴുതി വെച്ചിരിക്കണമെന്ന്, എനിക്ക് ദാഹിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കണമെന്ന് മദർ തെരേസ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ മദർ തെരേസ കോൺവെൻറ്റുകളിൽ ചെന്ന് അതിൻ്റെ ചാപ്പലുകളിൽ ചെന്ന് നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് അതിന് നിനക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു, നിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു, നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറയുന്നതിനോടൊപ്പം തന്നെ ദാഹിക്കുന്ന ഒരാളിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ വരിയിലുണ്ട്. ദാഹിക്കുന്ന, വിശക്കുന്ന ഒരാൾ നിൻ്റെ മുന്നിൽ വരുമ്പോൾ അതിൽ അവനിൽ എൻ്റെ മുഖം നീ കാണുക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് കാരുണ്യപ്രവൃത്തിയെക്കുറിച്ചാണ്. അത് കാരുണ്യപ്രവൃത്തികൾ ചെയ്താലാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നതെന്ന് 5-ാമത്തെ ഈ വാക്യം പറയുന്നത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ നമുക്ക് ചുറ്റും അങ്ങനെ വിശക്കുന്നവരും ദാഹിക്കുന്നവരും ഉണ്ട്. അവരിൽ ക്രിസ്തുവിനെ കാണുക എന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുക. നമ്മുടെ കരുണയെ ഈശോ ഉണർത്തുകയാണ്. 6-ാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം, എല്ലാം പൂർത്തിയായിരിക്കുന്നു, തെലിസ്തായി, എല്ലാം പൂർത്തിയായിരിക്കും. ഇതൊരു പോരാട്ടത്തെക്കുറിച്ചാണ്. ഈ തെലിസ്തായി എന്ന് പറയപ്പെടുന്ന വാക്ക് ഈശോ പറഞ്ഞു കഴിയുമ്പോൾ, എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉള്ള അർത്ഥങ്ങൾ പലതാണ്. 1, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കടങ്ങളും ഞാൻ വീട്ടിയിരിക്കുന്നു. 2, ഞാൻ എല്ലാം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 3, ഒരു നല്ല യുദ്ധം ഞാൻ പൂർത്തീകരിച്ച് ഞാൻ യുദ്ധം ജയിച്ചു നിൽക്കുന്നു. ഇങ്ങനെ പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും ഇത് പിതാവിൻ്റെ ഇഷ്ടം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവ് എന്നോട് ആവശ്യപ്പെട്ട എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ദ വിൽ ഓഫ് ഗോഡ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈശോ നമ്മളോട് പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കുക. ലീവ് ഗോസ്പൽ ആൻഡ് ബി ദ 5th ഗോസ്പൽ. ഒരു 5-ാം സുവിശേഷമായി മാറുക എന്ന് ഈശോ നമ്മൾ ഓർമ്മിക്കുക. 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ജീവചരിത്രമാണ്. എന്നാൽ നിൻ്റെ ജീവിതം കൊണ്ട് എന്നെ ഒന്നുകൂടി എഴുതി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. 5-ാം സുവിശേഷമായി നീ മാറും. അതാണ് ഈശോ ഓർമ്മിക്കുന്ന തെലിസ്തായി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം പൂർത്തീകരിച്ചു, ഞാനെല്ലാം പൂർത്തീകരിച്ചു, എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളും പൂർത്തീകരിക്കുക എന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുക. 7-ാമത്തെ വാക്യം ലൂക്കാട് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. ഈ വാക്യം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയാണ്. പിതാവേ, അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറയുക. ട്രസ്റ്റാണ്. ഞാൻ ശരണപ്പെടുന്നു, ഞാൻ മറ്റൊന്നിലും ശരണപ്പെടുന്നില്ല, നിന്നിൽ ശരണപ്പെടുന്നു. ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ടെലിസ്റ്റ എന്ന് പറയപ്പെടുന്ന വാക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 4, 5, 7 വാക്യങ്ങൾ, 4-ാമത്തെ, 5-ാമത്തെ, 7-ാമത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വചനത്തിൽ വിശ്വാസം പ്രാപിക്കുന്നു, കാരുണ്യപ്രവൃത്തിയിൽ സ്നേഹം ശക്തി പ്രാപിക്കുന്നു, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ശരണപ്പെടൽ, പ്രത്യാശ ബലം പ്രാപിക്കുന്നു. അപ്പം വിശ്വാസവും സ്നേഹവും പ്രത്യാശയുമാണ് ഈ 4-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിനിടയിൽ വരുന്നതാണ് അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റാന്ന് പറയപ്പെടുന്ന വാക്യം. അപ്പോൾ 7 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്. 1-ാമത്തെ വാക്യം, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് അത് ഓർപ്പിക്കുന്നത് കുമ്പസാരത്തെയാണ്. 2, നീ എന്നോടുകൂടെ പർദീസിലായിരിക്കും. അപ്പോൾ നീ നിന്നോടുകൂടെ എന്നെ കൂടെ കൂട്ടുക, അത് കുർബാനയാണ്. 3, പരിശുദ്ധ മറിയത്തോട് മുറുകെ പിടിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. 4, വചനത്തിൽ ബലം പ്രാപിച്ച് വിശ്വാസമുള്ളവരാകാൻ ഈശോ ആവശ്യപ്പെടുന്നു. 5, കാരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. 6, ഈ സുവിശേഷം ജീവിക്കുന്നവരായി മാറാൻ ഈശോ ആവശ്യപ്പെടുന്നു. 7, യേശുവിൽ ശരണപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നു. കുമ്പസാരം, കുർബാന, പരിശുദ്ധ മറിയം, തിരുവചന പ്രാർത്ഥനയിലൂടെ വിശ്വാസം, കാരുണ്യപ്രവൃത്തിയിലൂടെ സ്നേഹം ജ്വലിപ്പിക്കൽ, ഈശോയെ വചനം സുവിശേഷം ജീവിക്കുന്നതിലൂടെ ഈശോയെ ചേർത്ത് പിടിക്കൽ,
സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ യേശുവിൽ ശരണപ്പെടൽ. ഇതാണ് 7 വഴികൾ. ഈ 7 വഴികളിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഈശോ ഇങ്ങനെ ഇന്നോളം 3 വർഷത്തോളം പഠിപ്പിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ കുരിശിൽ കിടന്ന് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഒരു നല്ല അധ്യാപകൻ, നല്ല ഗുരു, നല്ല റബ്ബി എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒന്ന് റിവിഷൻ, മെയിൻ പോയിൻറ്റ്സ് ഒന്ന് കുറിച്ചെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന പോലെ ഈശോ മെയിൻ പോയിൻറ്റ്സ് ഒന്ന് കുറിച്ചെടുക്കാൻ ആവശ്യപ്പെടുക. കുമ്പസാരം, കുർബാന, പരിശുദ്ധ മറിയം, തിരുവചനം, കാരുണ്യപ്രവൃത്തി, ക്രിസ്തുവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റൽ, ക്രിസ്തുവിൽ ശരണപ്പെടൽ. ഇതാണ് കുരിശിൽ കിടക്കുന്ന ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന 7 അന്ത്യ തിരുമൊഴികൾ, സപ്തമൊഴികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുരിശിലെ പ്രസംഗം നമുക്ക് ജീവിതത്തിൽ പകർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.